നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് പനി മരണങ്ങൾ കൂടുന്നു. കഴിഞ്ഞ മാസം 78 പേർ പനി ബാധിച്ച് മരിച്ചപ്പോൾ ഈ മാസം പകുതി പിന്നിട്ടപ്പോൾ തന്നെ 43 പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. പകർച്ചവ്യാധികൾക്കെതിരെ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകി. എലിപ്പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ഒരുമനയൂർ ഒറ്റത്തെങ്ങ് മാവേലി റോഡിൽ കാഞ്ഞിരപ്പറമ്പിൽ 31 വയസ്സുള്ള വിഷ്ണുവാണ് മരിച്ചത്. RJD സംസ്ഥാന നേതൃയോഗം തൃശൂരിൽ നടന്നു. LDFിൽ നിന്ന് പരിഗണന ലഭിക്കുന്നില്ലെന്ന പരാതി ഇപ്പോഴുമുണ്ടെന്ന് RJD സംസ്ഥാന അധ്യക്ഷൻ ശ്രേയാംസ് കുമാർ. കൊടുങ്ങല്ലൂർ കൂർക്കഞ്ചേരി റോഡ് നവീകരണത്തിന്റെ ഭാഗമായി പൂച്ചിനിപ്പാടം മുതൽ ഊരകം വരെയുള്ള റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചു. റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. അതിരപ്പള്ളി റോഡിൽ തുമ്പൂർ മുഴിയിൽ നിയന്ത്രണം വിട്ട കാർ മരത്തിലിടിച്ചു മറിഞ്ഞു. ആർക്കും പരിക്കില്ല. അതിരപ്പള്ളിയിൽ നിന്നും ചാലക്കുടിയിലേക്ക് വന്നിരുന്ന വിനോദസഞ്ചാരികളുടെ കാറാണ് അപകടത്തിൽപ്പെട്ടത്. ആർക്കും പരിക്കില്ല. മുള്ളൂർക്കരയിൽ നായ കുറുകെ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി തൂണിലിടിച്ച് കാനയിലേക്ക് മറിഞ്ഞു. കാർ യാത്രികനായ ഷൊർണൂർ സ്വദേശിക്ക് നിസ്സാര പരിക്കേറ്റു. കടങ്ങോട് വെള്ളറക്കാട് തിപ്പലശ്ശേരി റോഡ് തകർന്ന് സഞ്ചാരയോഗ്യമല്ലാതായി. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ ഉടൻ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ. സംസ്ഥാനത്ത് കാലവർഷം ശക്തമാകുന്നു. നാളെ 3 ജില്ലകളിൽ റെഡ് അലർട്ടും തൃശൂർ ഉൾപ്പെടെ 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു. യുവാവിനെ ഇരുമ്പുവടി കൊണ്ട് ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ച കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ അറസ്റ്റ് ചെയ്തു. പുത്തൻപീടിക പള്ളത്ത് വീട്ടിൽ വിനീതിനെയാണ് പാവറട്ടി SI പ്രേംജിത്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. വടക്കാഞ്ചേരി പനങ്ങാട്ടുകര ശ്രീ കാർത്യായനി ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം. ശ്രീകോവിലിന്റെ പൂട്ട് തകർത്ത് അകത്ത് കടന്ന മോഷ്ടാവ് സഞ്ചിയിൽ സൂക്ഷിച്ചിരുന്ന പണമാണ് കവർന്നത്. സിൽവർ ലൈൻ പദ്ധതിയെപ്പറ്റി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നടത്തിയ പഠനത്തിന്റെ റിപ്പോർട്ട് തൃശൂരിൽ പ്രകാശനം ചെയ്തു. പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് TK മീരാഭായ് പ്രകാശനം നിർവഹിച്ചു. +1 പ്രവേശനത്തിനുള്ള 2ാം സപ്ലിമെന്ററി അലോട്ട്മെന്റ് നാളെ മുതൽ. അധികമായി അനുവദിക്കുന്ന 8280 സീറ്റ് കൂടിയാകുന്നതോടെ അപേക്ഷകർക്കെല്ലാം പ്രവേശനം ലഭിച്ചേക്കും. കടന്നൽ തേനീച്ച എന്നിവയുടെ കുത്തേറ്റ് മരിച്ച അവകാശികൾക്ക് വനം വകുപ്പ് നഷ്ടപരിഹാരം നൽകും. വനത്തിനുള്ളിൽ വെച്ചുള്ള ആക്രമണത്തിലാണ് മരണമെങ്കിൽ 10 ലക്ഷം രൂപയും വനത്തിന് പുറത്താണ് മരണമെങ്കിൽ 2 ലക്ഷവും ലഭിക്കും. വന്യജീവി ആക്രമണ പട്ടികയിൽ കടന്നൽ തേനീച്ച ആക്രമണം ഉൾപ്പെടുത്തിയിരുന്നില്ല. വെള്ളിക്കുളങ്ങര സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ കോടാലി GLP സ്കൂളിൽ പ്രതിഭാസംഗമം സംഘടിപ്പിച്ചു. ബാങ്ക് അംഗങ്ങളുടെ മക്കളിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ചടങ്ങിൽ ആദരിച്ചു. ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പുളിക്കലിന്റെ പുതിയ സംരംഭമായ ആർട്ട് മ്യൂസിയം ഓഫ് ലവ് കൊടകരയിൽ നാളെ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കും. സ്നേഹം എന്ന തീമിനെ അടിസ്ഥാനമാക്കിയുള്ള ലോകത്തിലെ ആദ്യത്തെ കലാ മ്യൂസിയമാണ് കൊടകരയിൽ സ്ഥാപിച്ചിട്ടുള്ളത്. വെള്ളറക്കാട് നടന്നു വന്നിരുന്ന SSF കുന്നംകുളം ഡിവിഷൻ സാഹിത്യോത്സവ് സമാപിച്ചു. സാഹിത്യകാരൻ സോമൻ ചെമ്പ്രത്ത് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങാശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. മഹാഗണപതി ഹോമം, ശതകലശാഭിഷേകം, ശ്രീഭൂതബലി, ഗുരുതി, അന്നദാനം, കാളകളി, മുടിയാട്ടം തുടങ്ങിയവ നടന്നു. തൊട്ടേക്കോട് ചൈതന്യ കലാകായിക വേദിയും ചേലക്കര ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയും സംയുക്തമായി ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. തൊട്ടേക്കോട് അംഗനവാടിയിൽ നടന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം വാർഡ് മെമ്പർ സുജാത അജയൻ നിർവഹിച്ചു. ചിറളയം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ രാമായണ മാസാചരണം ഈ മാസം 15 മുതൽ ആഗസ്റ്റ് 17 വരെ നടക്കും. ഓഗസ്റ്റ് 3-ന് ക്ഷേത്രം തന്ത്രി മഠത്തിൽ മുണ്ടയൂർ നാരായണൻ നമ്പൂതിരി കാർമ്മികത്വം വഹിക്കും. കുരിയച്ചിറ പോപ്പ് ജോൺ LP സ്കൂളിൽ സംഘടിപ്പിച്ച വിത്ത് പന്തേറ് കൌൺസിലർ ആൻസി ജേക്കബ് പുലിക്കോട്ടിൽ നിർവഹിച്ചു. സ്കൂൾ മാനേജർ ഫാദർ തോമസ് വടക്കൂട്ട്, അസിസ്റ്റന്റ് വികാരി ഫാദർ ജോമോൻ താണിക്കൽ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. മുലശ്ശേരി സ്വദേശി മസ്കറ്റിൽ കുഴഞ്ഞു വീണു മരിച്ചു. നടുവിൽപുരയ്ക്കൽ സേതുമാധവൻ മകൻ 46 വയസ്സുള്ള അനേകാണ് മരിച്ചത്. കേരളവർമ്മ കോളേജിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെ വാർഷികം ആഘോഷിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് ജൈനീഷ ഉദ്ഘാടനം ചെയ്തു.
ഇന്റർനെറ്റ് DTP ഫോട്ടോസ്റ്റാറ്റ് വർക്കേഴ്സ് ആൻഡ് ഓണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കൺവെൻഷൻ തൃശൂരിൽ നടന്നു. ജവഹർ ബാലഭവനിൽ നടന്ന കൺവെൻഷൻ പി ബാലചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് 14ാം ഡിവിഷൻ മെമ്പർ RK ബേബിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന കായിക ലഹരിയുടെ 2ാം വർഷ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. സ്കൂളിൽ നടന്ന ചടങ്ങിൽ ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. ഒല്ലൂർ സെന്ററിലെ കോർപ്പറേഷൻ കെട്ടിടം ജീർണാവസ്ഥയിൽ. കെട്ടിടത്തിലെ വ്യാപാരികളോട് കോർപ്പറേഷൻ അധികൃതർക്ക് അവഗണനയെന്ന് പരാതി. ചലച്ചിത്ര നിർമ്മാതാവും സംവിധായകനുമായ അരോമ മണി അന്തരിച്ചു. വിടവാങ്ങിയത് നിരവധി ഹിറ്റ് സിനിമകളുടെ സംവിധായകൻ. 60-ലധികം സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ട്. പെരിഞ്ഞനത്ത് ബൈക്കിന്റെ ചക്രത്തിൽ സാരി കുടുങ്ങി റോഡിൽ തെറിച്ചു വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. മതിലകം കളരിപ്പറമ്പ് സ്വദേശി ശ്രീനാരായണപുരത്ത് വീട്ടിൽ സുനിലിന്റെ ഭാര്യ 55 വയസ്സുള്ള നളിനിയാണ് മരിച്ചത്. കൊടുങ്ങല്ലൂരിൽ വിദ്യാലയത്തിൽ 4 വിദ്യാർത്ഥികൾ ബോധരഹിതരായ സംഭവത്തിന് പിറകിൽ ഹിപ്നോട്ടിസം അല്ലെന്ന വിദഗ്ധ നിരീക്ഷണം. വിദ്യാർത്ഥികൾ അബോധാവസ്ഥയിലായത് കരോട്ടിഡ് കംപ്രഷൻ എന്ന പ്രക്രിയയിലൂടെ. തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ സാഹിത്യത്തിലും സാംസ്കാരിക രംഗത്തും നിറഞ്ഞു നിൽക്കുന്ന ഹാസ്യലോകത്തെ പ്രതിഭകളെ പങ്കെടുപ്പിച്ച വാമൊഴി വരമൊഴി ഹാസ്യം എഴുത്തിലും അരങ്ങിലും എന്ന പരിപാടി സംഘടിപ്പിച്ചു. ചേരൂർ സാഹിതിയിൽ നടന്ന പരിപാടി ചലച്ചിത്ര നടൻ ജയരാജ് വാര്യർ ഉദ്ഘാടനം ചെയ്തു. എളവള്ളി സെന്റ് ആന്റണീസ് പള്ളിയുടെ ജൂബിലിയോടനുബന്ധിച്ച് സമൂഹ ബലി നടന്നു. ഫാദർ വർഗീസ് കുത്തൂർ സമൂഹ ദിവ്യബലിക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി രചിച്ച പ്രക്രിയ സർവസ്വം എന്ന സംസ്കൃത വ്യാകരണ ഗ്രന്ഥം ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ പ്രകാശനം ചെയ്തു. ഗുരുവായൂർ ദേവസ്വം കൃഷ്ണഗീതി ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രൊഫസർ P നാരായണൻ നമ്പൂതിരി ഗ്രന്ഥം ഏറ്റുവാങ്ങി. P ഭാസ്കരൻ ജന്മശതാബ്ദിയുടെ ഭാഗമായി പുരോഗമന കലാസാഹിത്യ സംഘവും കണ്ണമ്പുള്ളിപ്പുറം ശ്രീനാരായണ വായനശാലയും ഗ്രാമഫോൺ ചന്ദ്രാപ്പിനെയും സംയുക്തമായി അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് VD പ്രേം പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. മതിലകം പഞ്ചായത്തിൽ സാമൂഹിക സന്നദ്ധ സേനാ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വോളണ്ടിയർമാർക്കും വിവിധ വാർഡുകളിലെ സന്നദ്ധ പ്രവർത്തകർക്കുമായി ഏകദിന പരിശീലനം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. വെങ്കിടങ് ഫാമേഴ്സ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി ഇടതുമുന്നണി കൺവെൻഷൻ നടന്നു. CPI സംസ്ഥാന കൌൺസിൽ അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. മുല്ലശ്ശേരി പഞ്ചായത്ത് വളാഞ്ചേരിക്കുളം അണുമുക്തമാക്കി. പഞ്ചായത്ത് പ്രസിഡന്റ് P ശ്രീദേവി ജയരാജൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് കോളഴി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൗജന്യ ഗ്യാസ് കണക്ഷൻ മസ്റ്ററിംഗ് സംഘടിപ്പിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്രോ വൈസ് ചാൻസലർ പ്രൊഫസർ K രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. കോലഴി പൂവണി ശിവക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനം ആഘോഷിച്ചു. തന്ത്രി പാലക്കാട്ടിൽ നാരായണൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.